എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ലിലേക്കാണ്. അപ്പോൾ പാലായിൽ നിന്ന് നമ്മൾ ഇല്ലിക്കക്കല്ലിലേക്കുള്ള യാത്രയിലാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഭരണങ്ങാനത്തുള്ള അൽഫോൺസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ പള്ളിയുടെ മുൻപിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് അൽഫോൺസാമ്മയുടെ പള്ളി. അപ്പോൾ നമ്മളിപ്പോൾ പള്ളിയിൽ കയറുന്നില്ല, നമ്മൾ നേരെ ഇല്ലിക്കക്കല്ലിലേക്ക് ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. വ്യത്യസ്തങ്ങളായ രണ്ട് കല്ലുകളാണ് മെയിനായിട്ടുള്ളത്. ആ രണ്ട് കല്ലുകൾക്ക് വ്യത്യസ്തമായ പേരുകളുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ വരുമ്പോൾ കാണാം. അതുപോലെ കോട്ടയത്ത് നിന്നും ഏകദേശം 58-60 കിലോമീറ്ററാണ് ഇല്ലിക്കക്കല്ലിലേക്കുള്ള ദൂരം. അതുപോലെ തൊടുപുഴയിൽ നിന്നാണെങ്കിൽ ഏകദേശം 20 കിലോമീറ്ററും പാലായിൽ നിന്നും 30 കിലോമീറ്ററുമാണ് ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള കിലോമീറ്റർ. അതുപോലെ തന്നെ ഈ 3 സൈഡുകളിൽ നമ്മൾ വന്നാലും, തൊടുപുഴയിൽ നിന്നായാലും പാലായിൽ നിന്നായാലും അതുപോലെ കോട്ടയത്ത് നിന്ന് യാത്ര തുടങ്ങി നമ്മൾ വന്നാലും ഇങ്ങോട്ടുള്ള വഴി പ്രാസനാൽ അല്ലെങ്കിൽ ഭരണങ്ങാനം കഴിഞ്ഞ് തൊട്ടുള്ള വീതി കുറഞ്ഞതാണെങ്കിൽ പോലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വഴിയാണ്. ആകെപ്പാടെ ഇവിടം മുതലുള്ള ഒരു ശകലം കുറച്ച് സ്ഥലം മാത്രം ഇങ്ങനെ മെച്ചപ്പെട്ട ടാറിങ് അല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാ റോഡുകളും തന്നെ റബ്ബറൈസ്ഡ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന റോഡുകളാണ്. പക്ഷേ യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയാണ് മെയിനായിട്ട് കാര്യം. ചിലർ വീതി കുറഞ്ഞ വഴിയാണെങ്കിലും വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ വേഗത്തിലാണ് റാഷ് ഡ്രൈവിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ പുറകെ കാറിൽ വരുന്നവരായാലും പിള്ളേർ സെറ്റാണ്, അവർ വളരെ വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിനോദസഞ്ചാരം നമുക്ക് അടിപൊളിയായിട്ട് ഉല്ലസിക്കാവുന്നതാണ്. അപകടങ്ങളും മറ്റ് പ്രശ്നങ്ങളെല്ലാം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നമ്മളുടെ കേരളം അതിമനോഹരമാണ്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും വളരെ മനോഹരമാണ്. അതിനെ നമ്മൾ പ്ലാസ്റ്റിക്കോ മറ്റ് മലിന സാധനങ്ങളോ നിക്ഷേപിച്ച് മലിനമാക്കാതെ ശ്രദ്ധിക്കുക. അതൊരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കാം. ഇല്ലിക്കക്കല്ലിലേക്ക് ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് രാവിലെ ഏകദേശം 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ എൻട്രിയും എക്സിറ്റും നമ്മൾക്കുള്ളതാണ്. അതുപോലെ രാവിലെ വരുവാണെങ്കിൽ സൂര്യ ഉദയവും വൈകുന്നേരം വന്ന് സൂര്യാസ്തമയവും കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇത് കാണാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഉയരം കൂടിയതുകൊണ്ട് കോടമഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. കോടമഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്നും കാണാനായിട്ട് സാധിക്കുകയില്ല.
മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇല്ലിക്കക്കല്ലിലേക്കുള്ള ഡ്രൈവ് അടിപൊളിയാണ്. കാരണം മഴക്കാലത്താണെങ്കിൽ ഫുൾ മലകളും ഇതെല്ലാം പച്ചപ്പ് നിറഞ്ഞ് ഹരിതാപവും പച്ചപ്പുമായിട്ട് നിൽക്കും. അതിൻ്റെ ഇടയിലൂടെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളും ചെറിയ ഓരുകളും തോടുകളും എല്ലാം നിറഞ്ഞു കവിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വേനൽക്കാലത്തായാലും നമ്മൾ ഇല്ലിക്കക്കല്ല് ചെല്ലുമ്പോൾ മറ്റെല്ലായിടത്തും ഭയങ്കര അതിതീക്ഷ്ണമായ ചൂടാണെങ്കിൽ ഇവിടെ നല്ല മഴയായിരിക്കും എപ്പോഴും. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇല്ലിക്കല്ലിലെ പാർക്കിങ്ങാണ്, അതിവിശാലമായ പാർക്കിങ്ങാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പാർക്കിങ്ങിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് വണ്ടികളിലോ ഒക്കെ വരാനായിട്ട് അസൗകര്യമുള്ളവർക്ക് പാലായിൽ നിന്നും കുഴിത്തോട്ട് എന്ന ബസ് സർവീസ് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ട് 2 ട്രിപ്പാണ് ബസ്സുള്ളത്. ബസ്സിൽ വന്നും ഇല്ലിക്കക്കല്ല് കണ്ട് ആസ്വദിച്ച് ബസ്സിൽ വന്ന് മടങ്ങി പാലായിക്ക് പോകാവുന്നതാണ്. അപ്പോൾ കോട്ടയം, തൊടുപുഴ, പാല, അങ്ങനെ പാലയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ ബസ് വളരെ സഹായകമായിരിക്കും. അതിലാശ്രയിച്ചും നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ KSRTCയുടെയും ഉല്ലാസയാത്രകളുടെ മറ്റ് വിനോദയാത്ര അതിൻ്റെ പദ്ധതിയിലും ഉൾപ്പെടുത്തി ഇല്ലിക്കക്കല്ലിലോട്ട് ബസ് ട്രിപ്പുകളുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഏകദേശം 3400 അടിയോളം ഉയരത്തിലുള്ള ഇല്ലിക്കക്കല്ലിൻ്റെ അടിവാരത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് പോകണമെങ്കിൽ പാസ് എടുക്കണം. പാസ് നമ്മൾക്ക് ആൾക്കാർക്കും പാസ് എടുക്കാം. അതുപോലെ തന്നെ ജീപ്പ് സഫാരി, അതായത് ജീപ്പിൽ നമ്മൾ മുകളിലോട്ട് പോകണമെങ്കിൽ ജീപ്പിൻ്റെ പാസ് നമ്മൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ അത് രണ്ടും കൂടെ കൂടിയാണെങ്കിൽ ഏകദേശം 55-60 രൂപയാണ് ആകുന്നത്. അതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ് നിർബന്ധമല്ല, വേണ്ട, അവർക്ക് സൗജന്യമായിട്ടാണ് പോകാവുന്നത്. അതുപോലെ തന്നെ ചെറിയ കടകളും നൊസ്റ്റാൾജി അടിക്കുന്ന പഴയ രീതിയിലുള്ള കളിപ്പാട്ടങ്ങളും മറ്റ് മുട്ടായികളും, തേൻ മുട്ടായി, ഗ്യാസ് മുട്ടായി, അങ്ങനെയുള്ള മുട്ടായികളൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതെല്ലാം വാങ്ങി ഒരു കുപ്പി വെള്ളമോ മറ്റ് പാനീയങ്ങൾ എന്തെങ്കിലും വാങ്ങി ഇല്ലിക്കക്കല്ലിലോട്ട് പോകുന്നതായിരിക്കും സൗകര്യം. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് നമ്മുടെ ജീപ്പിൻ്റെ ടേണിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള മലനിരകളും മറ്റുമെല്ലാം വീഡിയോയിൽ ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ട്രിക്കുകളെല്ലാം. നോക്കൂ, എന്ത് ഹരിതാപവും പച്ചപ്പായിട്ടാണ് വരുന്നത്. എന്നാലും മഴ സീസൺ ആണെങ്കിൽ പോലും ഇവിടെ നല്ല തിരക്കുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇടിയും മിന്നലും അതുപോലെ അതിതീക്ഷ്ണമായ കാറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നതല്ല. അത് നോക്കി വേണം വരുന്നവർ ഇല്ലിക്കക്കല്ലിലോട്ട് വരാനായിട്ട്. കാരണം ഇടിയും ഇതൊക്കെ ആണെങ്കിൽ ഉയർത്തിൽ നിൽക്കുന്നതുകൊണ്ട് മരണമൊക്കെ നടക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നതല്ല. അങ്ങനെ മുകളിൽ നിന്ന് സഞ്ചാരികളുമായിട്ട് വന്നിരിക്കുന്ന ഈ ജീപ്പിൽ നമ്മൾക്ക് കയറാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നമ്മളുടെ ടേണാണ്. അപ്പോൾ ഇനി ജീപ്പിൽ കയറിയിട്ട് ജീപ്പിൽ മുകളിലോട്ട് പോകുന്ന കാഴ്ചകളും മറ്റുമായിട്ട് കാണാം. പണ്ടൊക്കെ ഹൈ റേഞ്ചിൽ മാത്രം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈ റേഞ്ചിൽ മാത്രം ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ഈ കമാൻഡർ ജീപ്പിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മല കയറുന്നത്. ഇതൊരു വർത്താണ്. ഈ ചെറിയൊരു റേറ്റിൽ ഈ മല നമ്മൾ മുന്നോട്ട് 5 മിനിറ്റിന് മാത്രം സഫാരിയാണെങ്കിലും നമുക്ക് വല്ലാത്തൊരു വർത്താണത്. സ്റ്റാൻഡിക് ഫീലാണ് കിട്ടുന്നത്. ഈ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിമാലി ഇപ്പോഴും സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ടും ഇതുപോലെ ജീപ്പ് സഫാരികൾ ഉണ്ടാകുന്നത്, ബസ്സിനേക്കാളും കൂടുതലായിട്ടും. അതുപോലെ ഇപ്പോൾ ഇവിടെ ഒന്ന് കയറിയപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫീല് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇടയ്ക്ക് കോടയും മഞ്ഞും വെയിലും ഒക്കെ മൂടി മാറി മറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം സെയിം ആ ഒരു ഫീലാണ്. അപ്പോൾ വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഇല്ലിക്കക്കല്ല്. എല്ലാവരും മുന്നോട്ട് വരുന്നു. പിന്നെ വരുന്നവരെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ സുരക്ഷിതമായും മറ്റും ശ്രദ്ധിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഉയരം കൂടുന്തോറും ജസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്ര ഉയരത്തിലുള്ള കല്ലിൽ വരുമ്പോൾ കല്ലിൻ്റെ മുകളിൽ വലിയ കയറാനോ അവിടെ സുരക്ഷിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്ത് അപകടങ്ങൾ വരുത്തി വെക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതിന് വരാതിരിക്കാനായിട്ട് എല്ലാവരും നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർ നടന്നിറങ്ങി പോകുന്നതും കയറി വരുന്നതും കാണാം. ടിക്കറ്റ് പാസ് ഇല്ലാതെ വരുന്നവർക്ക് ഇവിടെ പാസ് എടുത്തിട്ട് മാത്രം നമുക്ക് കാൽനടയായിട്ട് കയറി വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് പ്രായമായവർക്കും കുട്ടികൾക്കെല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ജീപ്പ് സഫാരി റെക്കമെൻഡ് ചെയ്യുന്നത്.
ഭരണങ്ങാനത്ത് നിന്ന് വന്നപ്പോഴത്തേക്ക് ഏകദേശം മഞ്ഞും കോടയും അതുപോലെ തന്നെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് പ്രകൃതിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അതായത് പല വീഡിയോയിലും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അറബിക്കടലും ചുറ്റുമുള്ള മതിലുകളും ഇടുക്കിയുടെ മലമുകളുകളും എല്ലാം നമ്മൾക്ക് ഇവിടെ എന്നാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നല്ല വെയിലാണെങ്കിൽ നമ്മൾക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ അവിടെ ടോപ്പ് വ്യൂ പോയിന്റിൽ വന്നിട്ട് കാണാനായിട്ട് പറ്റുക എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം കാലാവസ്ഥ എപ്പോഴും വേണമെങ്കിലും മാറി മറിയാം. നമ്മൾ മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കരമായ കോട വരികയോ അതുപോലെ കാറ്റ് വരാനും അതുപോലെ മഴ പെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മൾക്ക് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ജീപ്പിൽ കയറി വന്ന് നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഇവിടുത്തെ ഡ്രോപ്പിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഇതുപോലെ തന്നെ ചെറിയ കടകളും അതും ഇതും എല്ലാം ഉണ്ട്. ഇവിടുന്ന് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ വ്യൂ പോയിൻറ്റിന് തൊട്ടടുത്തായിട്ട് ഒരു ചേട്ടൻ, അതായത് ഒരു ഐസ്ക്രീം കട മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് ഐസ്ക്രീം ആസ്വദിച്ച് നമുക്ക് ഒന്നെങ്കിൽ ഇല്ലിക്കക്കല്ലിലോട്ട് കയറിയ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വ്യൂ ആസ്വദിക്കാനായിട്ട് കയറി പോകാവുന്നതാണ്. അല്ലെങ്കിൽ വ്യൂ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഐസ്ക്രീം മേടിച്ച് അവിടെ ഇരുന്ന് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അവിടെ ഐസ്ക്രീം കടയുടെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്രദമാണ്. നമ്മൾക്ക് വേനൽക്കാലമായാലും മഴക്കാലമായാലും നമ്മൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഐസ്ക്രീം ആസ്വദിക്കാനും കാഴ്ചകൾ കാണാനുമെല്ലാം നല്ലൊരു ഫീലാണ്. അതുപോലെ തന്നെ നമ്മുടെ എടുത്തു പറയേണ്ട കാര്യം, കേരള ടൂറിസം വകുപ്പും അതുപോലെ ഇവിടുത്തെ സർക്കാരും എല്ലാവരും കൂടി അടിപൊളിയായിട്ടുള്ള രീതിയിൽ കൈവരികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല ഒരു കാര്യമാണ്. അതായത് പണ്ടൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കൈവരി ഭാഗമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു മലയിലേക്ക് കയറി പോകുന്ന പ്രതിവിധിയാണ്. ഒത്തിരി ആൾക്കാർ വീഴുകയും ഒത്തിരി നഷ്ടങ്ങളും പരിക്കുകളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൈവരി വെച്ച് ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷവും ഇപ്പോൾ ഇവിടെ, അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഇവിടെയൊക്കെ ഒരാൾ പൊക്കത്തിലൊക്കെ കല്ലുകളും മറ്റുമൊക്കെ ഇടിഞ്ഞ് നടപ്പാതെയൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടൂറിസം വകുപ്പും അധികാരികളും ശ്രദ്ധിക്കണമെന്നും ശ്രദ്ധിച്ച് അതിന് വേണ്ട നടപടികളെടുത്ത് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളെയും ഇങ്ങനെ വിനോദസഞ്ചാരികൾ വരുന്ന കേന്ദ്രങ്ങളൊക്കെ ഒന്നോടുകൂടി മെച്ചപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ വരുന്ന എല്ലാവരും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിലാണ്. ആസ്വദിക്കുന്നതിനോടൊപ്പം ആരോഗ്യം കൂടി കാത്തു പരിപാലിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കൈവരികൾ അടിപൊളിയാണ്. അതുപോലെ പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി കൊട്ടകളും അതെല്ലാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇല്ലിക്കക്കല്ലിൻ്റെ മുൻപിലുള്ള ഒരു കല്ല്, അതായത് 2 മെയിൻ കല്ലുകളാണ് അവിടെയുള്ളത്. അതിൻ്റെ ഒരു കല്ലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് അല്ലെങ്കിൽ അടർന്ന് താഴത്തോട്ട് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് എത്ര നാൾ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എത്ര നാൾ ഇങ്ങനെ ഇവിടെ നിലനിൽക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാലാവസ്ഥയുടെ വ്യതിയാനവും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കുന്നു. എന്നാലും ഇതുവരെ ലൈഫിൽ വന്ന് കണ്ടിട്ടില്ലാത്തവർ വന്ന് കാണണം എന്നും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മളവിടെ ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് നമ്മളതിലെ തിരിച്ച് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഐസ്ക്രീം കടയുള്ളത്. അവിടെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഒന്നുകൂടെ വ്യൂ പോയിൻ്റെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. തിരക്ക് പറയുമ്പോൾ നമ്മളവിടെ പോയി ഐസ്ക്രീം വാങ്ങിച്ച് അതും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്നും ജീപ്പിൽ കയറി താഴേക്ക് വരുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടത്. ഇത് താഴെ നിന്ന് നമ്മൾ സൂം ചെയ്യുമ്പം നമ്മൾക്ക് കിട്ടുന്നതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ ആണിത്. അതാണ് വീഡിയോ ഒട്ടും ക്ലിയർ അല്ലാത്തത്. അപ്പോൾ ജീപ്പിൽ കയറി ഇനി തിരിച്ച് ഇല്ലിക്കക്കല്ലിനോട് ബൈ ബൈ പറഞ്ഞ് താഴേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. അപ്പോൾ യാത്ര ആസ്വദിക്കാം. നമ്മൾക്ക് ജീപ്പിലിരുന്ന് കാണാനായിട്ട് സാധിക്കും. 2 മലയിടുക്കുകളിൽ നിന്നായിട്ട് കോടമഞ്ഞ് കയറി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മലമുകളിൽ കയറി പോകുന്നവർക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ അവിടെ നിന്ന്
വ്യൂ ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് കോടമഞ്ഞ് മാത്രം ആസ്വദിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവിടുന്ന് കോട കയറി വരുമ്പോഴത്തേക്ക് ആദ്യം കാറ്റ് വരും. കാറ്റിൻ്റെ കൂടെ കോട വന്ന് അവിടെ ഫുള്ള് കവറാവുന്നതായിരിക്കും. പിന്നെ നമ്മൾക്കൊന്നും വ്യക്തമായി കാണാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ പ്രത്യേകത. കാറ്റ്, കോടമഞ്ഞ്, ക്ലിയറായിട്ടുള്ള വെട്ടം, അതുപോലെ തന്നെ നല്ല വെയിലത്തുള്ള സൂര്യപ്രകാശം, ഇതെല്ലാം മാറി മറിഞ്ഞു വരും. അങ്ങനെ ആ കുഞ്ഞ് ജീപ്പ് സഫാരിയും കഴിഞ്ഞ് നമ്മൾ താഴത്തെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ജീപ്പിൽ നിന്നിറങ്ങി ഈ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ചായയും ചെറുകടിയൊക്കെ കഴിച്ച്, അതുപോലെ തന്നെ എന്താ പറയുക, നൊസ്റ്റാൾജിയുള്ള മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി എല്ലാവരുമായി ഇരുന്ന് പങ്കിട്ടതിന് ശേഷം നമ്മൾക്ക് സ്വന്തം വണ്ടിയിൽ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നുകൂടി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.